ദേവദാസിനെ പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളതായൊരു വാർത്തയും കാണാനായിട്ട് ഇടയായിട്ട് തീർന്നു. വാക്യത്തില് ഒരു പരാമർശത്തെ അധികരിച്ചുള്ളതായൊരു പ്രസംഗമാണ് ഞാൻ പറയാം എന്ന് ആഗ്രഹിക്കുന്നത്. ഞായറാഴ്ച നമ്മൾ ആ വാക്യം ഒന്ന് വായിച്ചതാണ്. ഒന്നുകൂടി വായിക്കാം. നമ്മുടെ മനപ്പാഠവാക്യമാണ്, ആദ്യത്തെ മനപ്പാഠവാക്യമാണ്. 2 രാജാക്കന്മാർ 9-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കാം. എന്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ യഹോവയുടെ സകല ദാസന്മാരുടെ രക്തത്തിലും ഇസബേലിനോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതിന് നിന്റെ യജമാനായ ആഹാബിന്റെ ഗ്രഹത്തെ നീ സംഹരിച്ചത്. ഒത്തിരി കാര്യങ്ങൾ ആ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഈ വാക്യം ഇന്ന് പകല് ഇങ്ങനെ വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തില് ഞാനിപ്പോൾ ബൈബിൾ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് മൊബൈലിലെ ബൈബിളാണ് നോക്കുന്നത്. അപ്പോൾ വളരെ യാദൃശ്യമായിട്ട് ഒരു പ്രാർത്ഥനാ വിഷയം അതിൽ കാണിക്കാനിടയായി തീർന്നു. ഛത്തീസ്ഗഡിൽ ഒരു ദേവദാസിനെ പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണം ചെയ്ത് കൊണ്ടുപോവുകയും അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളതായൊരു വാർത്തയും അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളതായൊരു വാർത്തയും കാണാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പൊ ഞാൻ ഈ വാക്യമാണെന്ന് 1-2 ദിവസമായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ചേർത്ത് ഓർത്തൊരു കാര്യം, നമ്മൾ ഒത്തിരി പ്രതികൂലങ്ങളിലൂടെ കടന്നു പോവുകയാണ്. വലിയ താമസം കൂടാതെ നമ്മുടെ നാട്ടിലേക്കും അത് എത്തിച്ചേരും എന്ന് വേണം ന്യായമായിട്ടും പ്രതീക്ഷിക്കാൻ. പക്ഷെ ഇവിടെ ഈ വാക്യത്തില് ഏറെ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയതായ ദൈവത്തിന്റെ പ്രവാചകന്മാരെ കുറിച്ചും ദൈവത്തിന്റെ ദാസന്മാരെ കുറിച്ചും അവിടെ എടുത്തു പറയുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഇത് കേവലം അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ കാര്യമൊന്നുമല്ല, പിന്നെയോ അവരുടെ രക്തം ചൊരിയപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു, അവർ മരിക്കാനിടയായിട്ട് തീർന്നു. നമ്മുടെ ഈ വാക്യത്തിന്റെ പ്രാരംഭഭാവം വായിക്കുമ്പോൾ ചില പേരുകളൊക്കെ നമ്മുടെ മനസ്സിൽ വരും. കൂട്ടത്തോടെ കൊല്ലപ്പെട്ടതായ പ്രവാചകന്മാരുടെ കാര്യം നമ്മൾ ഓർക്കാനിടയായിട്ട് തീരും. ദൈവത്തിന്റെ ദാസന്റെ രക്തം, ദാസന്മാരുടെ രക്തം എന്ന് പറയുമ്പോൾ നാബോത്തിന്റെയും മക്കളുടെയും പേരുകൾ നമ്മുടെ മനസ്സിൽ നിശ്ചയമായിട്ടും വരുവാൻ ഇടയായിട്ട് തീരും. നമ്മൾ ഈ വാക്യത്തിൽ ഒരു വലിയ ഭയനിർദ്ദേശവും സന്ദേശവും ഉണ്ട്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഒരു സമയത്തൊക്കെ വളരെ ശുഷ്കാന്തിയോടുകൂടി ശത്രു ഇസബേലിന്റെ നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടിരുന്നു എന്നിരിക്കലും, ഇപ്പോൾ ദൈവം അതിന്റെ സന്ദർശനം തുടങ്ങാനുള്ളതായ ഒരുക്കത്തിലേക്ക് വരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ അവിടെ ഒത്തിരി കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓർക്കുവാനിടയായിട്ട് തീർന്നു. ഇവർ ദൈവത്തിന്റെ ദാസന്മാരും പ്രവാചകന്മാരുമാണെങ്കിലും അവർക്ക് വേണ്ടിയുള്ള പ്രതികാരത്തിന്റെ തുടക്കമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ നമ്മൾ എല്ലാ ഞായറാഴ്ചയും ഓർക്കുന്നതും എപ്പോഴും ഓർക്കുന്നതുമായ മറ്റൊരു രക്തത്തിന്റെ മഹത്വം നമുക്ക് ഓർക്കാതിരിക്കാനായിട്ട് പറ്റുകയില്ല. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദൈവദാസന്മാരുടെ രക്തത്തിന് പ്രതികാരം ദൈവം ചോദിക്കുന്നുണ്ട്. പക്ഷേ പ്രതികാരം ചോദിക്കാത്ത രക്തം, പിന്നെയോ ആരൊക്കെ ഉപദ്രവിച്ചോ അവരോട് ക്ഷമിച്ച രക്തം, അവരെ സ്നേഹിച്ചുകൊണ്ടിരുന്ന രക്തം. ഞാൻ ആ വാക്കുകളൊക്കെ പറയുന്നതിന് പ്രാധാന്യമുണ്ട്. ഈ പ്രസംഗത്തിന്റെ ഒടുവിൽ വരുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നമ്മുടെ കർത്താവിന്റെ മാർഗവും
നമ്മുടെ കർത്താവിന്റെ ആ രക്തവും എത്രയോ വ്യത്യസ്തമായിരിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കൃപയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു എന്നുള്ളത് എല്ലാ നന്ദിയോടും കൂടെ നമുക്ക് ഓർക്കാം, ദൈവത്തെ സ്തുതിക്കാം. ഞാൻ ഇന്ന് ഈ വാക്യത്തിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതിന് എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങളാണ് ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ 6 കാര്യങ്ങൾ പറയണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഉള്ള സമയം കൊണ്ട് അത് പറയാം, ഉപസംഹരിക്കാം എന്ന് വിചാരിക്കുകയാണ്. പ്രതികാരം മനുഷ്യന്റെ സഹജമായ പ്രകൃതമാണ്. അത് ഞാൻ പ്രസംഗിച്ച് ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മുടെ രക്തത്തിൽ കലർന്നിട്ടുള്ളതായ കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. മനുഷ്യർക്ക് പൊതുവെ പ്രതികാരം ചെയ്യണം എന്നുള്ളതായ താല്പര്യം ഉണ്ട് എന്നുള്ളത് നാം സാധാരണ കണ്ടുവരുന്നതായ ഒരു കാര്യമാണ്. വേദപുസ്തകത്തിലും അതിന്റെ ഒത്തിരി തെളിവുകൾ ഉണ്ട്. ഒരു റെഫറൻസ് വേണ്ടി എഴുതിയിട്ട് വായിക്കേണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന് 23-24 വാക്യങ്ങളില് ലാമേക്ക് തന്റെ 2 ഭാര്യമാരെ ഭീഷണിപ്പെടുത്തുന്നു, ഞാൻ അങ്ങനെ അങ്ങ് പറയുകയാണ്, ഭീഷണിപ്പെടുത്തുന്നതായ ചില വാക്കുകൾ നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ 2 ഭാര്യമാര് വന്നപ്പോൾ വീട്ടിലുണ്ടായ വഴക്കും പുക്കാറുമാണ് ഇതിന്റെ കാരണം എന്നെനിക്ക് അറിയാൻ പാടില്ല. അതിനുള്ളതായ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെയൊന്നും മെരുക്കി നിർത്താനായിട്ട് വളരെ ഗൗരവമായ വാക്കുകളാണ് ലാമേക്ക് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. എടുത്തു വായിക്കേണ്ട ആവശ്യമില്ല. എന്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെ കൊല്ലും, എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് തന്റെ വാക്കുകൾ കൂടുതൽ കട്ടി വെപ്പിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 24-ാമത്തെ വാക്യത്തില് എത്ര ഇരട്ടി പകരം ചെയ്യുമെന്നാണ് അങ്ങേര് പറഞ്ഞത്. ഒരു ബൈബിൾ ക്വിസ് ഇരിക്കട്ടെ. 7 ഇരട്ടിയാണ് സാധാരണ അതോടെ പറയുന്നുണ്ട്. ലാമേക്ക് പ്രതികാരം ചെയ്തു പറയുന്നത് 77 ഇരട്ടിയാണ് എന്ന് പറഞ്ഞാല് ആ പ്രതികാരത്തിന്റെ വലിയ ആഗ്രഹവും ദാഹവും ഒരുപക്ഷെ ഈ സ്ത്രീകളെ ഒന്ന് മെരുക്കിയെടുക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം. ഏതായാലും പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ കാണുന്നതായ കാര്യം ആ പ്രതികാര വാഞ്ചയുടെ ഗൗരവം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ദൈവമക്കളാണെങ്കിലും മാനുഷികമായ നിലയിൽ നമ്മൾ സാധാരണ മനുഷ്യരും ഈ ജഡത്തിൽ ജീവിക്കുന്ന ആളുകളുമാണ് എന്നുള്ളത് കൊണ്ട് പ്രതികാരത്തിന്റെ ആഗ്രഹം നമ്മിലും ഒക്കെ സ്വാഭാവികമായി വന്നു പോകാനുള്ളതായ സാധ്യതയുണ്ട്. അപ്പൊ അതിന് നമുക്കൊരു ചെറിയ പ്രതികാര ആഗ്രഹമൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നത് കൊണ്ട് നമ്മൾ ദൈവമക്കളല്ലാന്നോ രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരിക്കുമെന്നോ എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഒരു സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകാവുന്ന ഒരു കാര്യമായിട്ടാണ് അത് ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഉള്ളതാണ്, കുഴപ്പമില്ല, ഇങ്ങനെയങ്ങ് നമുക്ക് പോകാം എന്നല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. പിന്നെയോ നാം രക്ഷിക്കപ്പെട്ടവരും കൃപയിലേക്ക് വന്നവരുമാണ് എന്നുള്ളത് കൊണ്ട് ഈ സാമാന്യമായ പ്രകൃതത്തിന്മേൽ വിജയം വരിച്ച് നമുക്ക് ഈ തലമുറയിൽ വ്യത്യസ്തരായി ജയാളികളായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി വളരെ ആഗ്രഹത്തോടു കൂടിയാണ് ഈ പ്രസംഗം പറയുന്നത്. നമ്മളെല്ലാവരും ഒട്ടും പ്രതികാര ആഗ്രഹം ഇല്ലാത്ത ആളുകളുടെ ഒരു കൂട്ടമായിട്ട് രൂപപ്പെടണം എന്നുള്ളതായ വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ വാക്കുകൾ ഓർപ്പിക്കുന്നത്. ഞാൻ ഇന്ന് പകൽ ഇങ്ങനെയൊക്കെ എന്റെ മനസ്സിൽ സങ്കല്പിച്ചു. അങ്ങനെ പ്രത്യേകിച്ചൊരു പ്രതികാരത്തിന്റെ ആഗ്രഹമില്ലാത്ത ഒരാളായിട്ട് ഒരാൾക്ക് ജീവിക്കാനായിട്ട് സാധിച്ചാൽ അത് അതിൽ തന്നെ എത്രയോ വിജയകരമായിട്ടുള്ളതായ ഒരു കാര്യമായിരിക്കും.
ഗാബി ഇപ്പോൾ നാളെ കഴിഞ്ഞ് ഇവിടുന്ന് ബോംബെക്കൊക്കെ പോവുകയാണ്. അപ്പൊ പോകുന്ന സ്ഥലത്ത് ഒട്ടും പ്രതികാരത്തിന്റെ ഒന്നും ആഗ്രഹമോ ചിന്തയോ ഇല്ലാത്തൊരു നിലയിലേക്ക് വന്ന് ഒക്കെ പെരുമാറാനായിട്ട് സാധിച്ചാൽ ചെല്ലുന്ന സ്ഥലത്ത് ചിലപ്പോൾ ആളുകളെ അത്ഭുതപ്പെടുത്തി പോകുവാൻ ഇടയായിട്ട് തീരും. കാരണം അങ്ങനെ ജീവിക്കാവുന്നതായ വലിയ ആത്മീക സാധ്യതയിലേക്കാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വേദഭാഗത്തിലൂടെയൊക്കെ പോകുമ്പോൾ ഈ സ്വാഭാവികമായ മാനുഷിക പ്രകൃതത്തെ വിജയകരമായിട്ട് അതിജീവിച്ച് വ്യത്യസ്തരായി ഈ തലമുറയിൽ സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം കൃപ നൽകട്ടെ. അതിനുതകുന്ന ചില ആലോചനകളാണ് ഞാൻ ബാക്കിയുള്ള സമയം കൊണ്ട് പറയണം എന്ന് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമുണ്ട്. ദൈവമാണ് പ്രതികാരം ചെയ്യുന്നത്. അപ്പൊ അത് ആവർത്തിച്ച് വ്യക്തമാക്കപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. വളരെ പരിചയമുള്ള വാക്യങ്ങൾ ഞാൻ അങ്ങ് പറഞ്ഞങ്ങ് പോകാം എന്ന് കരുതുകയാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തില് ദൈവം പറയുന്ന വാക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോ ഈ പ്രസ്താവന നമ്മൾ അതുപോലെ ഏറ്റെടുക്കണം. കാരണം ദൈവം പറയുകയാണ്, പ്രതികാരം എനിക്കുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്തോളാം. അത് പ്രത്യേകിച്ച് ദൈവമക്കളോട് പറയുകയാണ്. ഈ റോമാലേഖനം 12-ാം അധ്യായത്തിനൊരു പ്രാധാന്യമുണ്ട്. 11-ാം അധ്യായം വരെ അടിസ്ഥാന ഉപദേശ സത്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. 11 അധ്യായങ്ങൾ ഉപദേശ സത്യങ്ങൾ, വിശ്വാസത്താലുള്ള നീതീകരണം ഉൾപ്പെടെയുള്ളതായ മനോഹരമായ ഉപദേശ സത്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തെളിയിക്കുകയാണ്. പിന്നെ ഈ ഉപദേശ സത്യങ്ങളെ സ്വീകരിക്കുന്ന ആളുകൾക്ക് എങ്ങനെ വിജയകരമായിട്ട് ജീവിക്കാം, അവരെങ്ങനെ വിജയകരമായി ജീവിക്കണം എന്നുള്ളതാണ് 12 മുതലുള്ളതായ അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ 12-ാം അധ്യായം മുഴുവനും ഒത്തിരി പ്രായോഗികമായ ഉപദേശങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അധ്യായമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ പറയട്ടെ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ദൈവമക്കളായ നാം അംഗീകരിക്കേണ്ട, ഏറ്റെടുക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ദൈവം പറഞ്ഞിരിക്കുകയാണ്. ഞാനാണ് പ്രതികാരം ചെയ്യുന്നത്, പ്രതികാരം എനിക്കുള്ളതാണ്. അത് ദൈവം അവകാശപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ സന്ദേശം എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ പ്രതികാരം ചെയ്യണ്ട. ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും അങ്ങനെ തീരുമാനിക്കാം. നമ്മുടെ ദൈവം വെളിപ്പെടുത്തുകയാണ്, പ്രതികാരം ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്തോളാം. അപ്പോൾ അങ്ങനെ ചെയ്ത എത്രയോ ചരിത്രങ്ങളുടെ വിശദാംശങ്ങളിലൂടെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കടന്നു പോകുവാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പൊ അതിന്റെ വിശദാംശങ്ങളെല്ലാം മനോഹരമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുക. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടില്ല, പക്ഷെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കിയ നാം ദൈവം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞിട്ടുള്ളതായ കാര്യം മുഴുവനും ദൈവത്തിനു വേണ്ടി വിട്ടുകൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചാൽ അത് വളരെ അനുഗ്രഹീതമായിട്ടുള്ളതായ ഒരു തീരുമാനം ആയിരിക്കും. അപ്പൊ ദൈവം അത് ചെയ്യാം എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഇനി അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ഒരു സൂചന പറഞ്ഞാൽ മതി. കാരണം നമ്മളിപ്പോ എല്ലാവരും വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ സൂചന നിങ്ങൾക്ക് വായിക്കുമ്പോൾ പിന്നെയും അത് ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ഈ വാക്യത്തിൽ പറയുന്നത്, ഇസബേലിനോട് എനിക്ക് പ്രതികാരം ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി യേഹൂവിനെ ഒരർത്ഥത്തിൽ ദൈവം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്ന കാര്യം, ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ എന്തോ ഒരു കൃത്യമായിട്ടാണ് ദൈവം പ്രതികാരം ചെയ്തതായി നമുക്ക് ഈ വേദഭാഗത്ത് വായിക്കാനായിട്ട് സാധിക്കുന്നത്.
അത് ഈ അധ്യായങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം വചനം പറഞ്ഞപ്പോൾ ഗെയ്സിനും അതിലെ ചില കാര്യങ്ങളും ഒക്കെ എടുത്തു പറയാനിടയായിട്ട് തീർന്നു. അതുകൊണ്ട് ഞാൻ അതങ്ങനെ ഒത്തിരി എടുത്തു പറയണ്ട എന്ന് വിചാരിക്കുകയാണ്. ഒന്ന് രണ്ട് സൂചനകൾ മാത്രം ഒന്ന് പറയാം. 2 രാജാക്കന്മാർ 9:22 നിന്റെ അമ്മയായ ഇസബേലിന്റെ പരസംഗവും ക്ഷുദ്രവും ഇത്ര അധികമായിരിക്കുമ്പോൾ എന്ത് സമാധാനം എന്ന് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നാം അവിടെ കാണുന്നതായ കാര്യം, അവിടെ എത്ര ഗൗരവമായിട്ടാണ് സ്വർഗത്തിലെ ദൈവം ഈ വിഷയത്തെ എടുക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഞായറാഴ്ച ഓർത്ത കാര്യമാകൊണ്ട് ഞാനതൊന്ന് സൂചിപ്പിച്ച് മാത്രം പോകാം. 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ദൈവം ഈ പാപത്തിന്റെ മേൽ പ്രതികാരം നടത്തുവാൻ ഇടയായിട്ട് തീരുമ്പോൾ ഇസബേലിന്റെ മകൻ യോരാം അവൻ കൊല്ലപ്പെടുന്നു. അവന്റെ മൃതശരീരം എവിടെ എറിയുകയാണ്? നാബോത്തിന്റെ നിലത്തിൽ എറിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കുറെ വർഷമായി ഞാനിങ്ങനെ ചിന്തിക്കുകയും വിശ്വാസിയിൽ പാപം എന്നുള്ള പുസ്തകത്തിൽ ഒത്തിരി വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ളതായൊരു പോർഷനാണിത്. എനിക്കിപ്പോഴും വായിക്കുമ്പോൾ ഒരു നടുക്കമാണ്. കാരണം പാപത്തെ ദൈവം എത്ര കൃത്യമായിട്ട് സന്ദർശിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഒരു രാജാവ് ഒരു തോട്ടം ആഗ്രഹിച്ചു. അവന്റെ ഭാര്യയുടെ മിടുക്കിൽ അത് സ്വന്തമാക്കി അതിന്റെ ഉടമസ്ഥനെയും പിള്ളാരെയും കൊന്നു. ഇത്രയൊക്കെയാണ്. ഇതൊക്കെ സാധാരണ ലോകത്തിൽ എവിടെയെല്ലാം നടക്കുന്നു. പക്ഷേ നമ്മളിവിടെ കാണുന്ന കാര്യം എത്ര കൃത്യമായിട്ടാണ് ദൈവത്തിന്റെ നീതി അതിന്മേൽ നടപടിയെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇതൊരു വിതയാണെന്ന് കഴിഞ്ഞ ദിവസം കേസിനെ ഓർപ്പിച്ചായിരുന്നു. വിതയ്ക്കുന്നിടത്ത് കൊയ്യുകയാണ്, വിതയ്ക്കുന്നിടത്ത് കൊയ്യുകയാണ്. 1-2 വാക്യം കൂടി ഞാനൊന്ന് പരാമർശിച്ചോട്ടെ. 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യോരാമിന്റെ അടുക്കൽ വന്ന യഹൂദ രാജാവായ അഹസ്യാവ് കൊല്ലപ്പെടുന്നുണ്ട്. ഈ യഹൂദ രാജാക്കന്മാർ ഇവരെ പോലെ അത്രയും ചീത്തയായ ആളുകളല്ല. പക്ഷേ ഇവിടെ ഈ അഹസ്യാവ് കൊല്ലപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. എന്താണ് കാരണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കുറച്ചു ദിവസമായാലും നമ്മൾ വായിക്കുന്നു. ആർക്കെങ്കിലും പറയാമോ എന്തായിരിക്കാം കാരണം? എഫേസ്യ ലേഖനം 5:11 കാരണം എന്ന് പറഞ്ഞാല് ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. കാരണം ഈ യോരാമും ഇസബേലിന്റെ മകൻ യോരാമും ഒക്കെ ഇത്രയും മോശമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് പോകുമ്പോൾ അവിടെ കൂട്ടുകൂടാൻ വരാൻ പാടില്ലായിരുന്നു. അവിടെ നിശ്ചയമായിട്ടും യഹൂദ രാജാവായ അഹസ്യാവ് വേർപെട്ട് നിൽക്കാനായിട്ട് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും ദൈവമക്കളായ നാം അവിടെ ഉൾക്കൊള്ളേണ്ടുന്നതായൊരു സന്ദേശമുണ്ട്. നാം ഈ ലോകത്തിൽ വേർപെട്ടവരായിട്ട് ജീവിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളോടുള്ള കൂട്ടാടുത്തും അത് വലിയ അപകടത്തിന് കാരണമായിട്ട് തീരും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഞാൻ വേഗം പറഞ്ഞു പോകട്ടെ. 33-34 വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഇസബേലിന്റെ അതിദാരുണമായ അന്ത്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് നടുക്കം തോന്നും. കാരണം എന്ത് ലജ്ജാകരമായ നിലയിലാണ് അവൾ കൊല്ലപ്പെടുവാനും അവളുടെ മൃതശരീരം പോലും അപമാനിക്കപ്പെടുവാനും ഇടയായിട്ട് തീർന്നത് എന്നുള്ളതായ ആ വലിയ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഒരു പരാമർശം കൂടി അങ്ങ് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. 2 രാജാക്കന്മാർ 10:7-8 വാക്യങ്ങളിൽ നാം ഈ ദിവസങ്ങൾ വായിച്ച് അത്ഭുതപ്പെടുന്നത് പോലെ 2 കൂട്ടം തലകൾ കൊണ്ടുവന്ന് യേഹൂവിന്റെ കൂട്ടിന് മുമ്പിൽ കൂമ്പാരമായിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണ്. ലോക ചരിത്രത്തിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായി കാണുകയില്ല.
70 യൗവനക്കാരുടെ തലകൾ അങ്ങനെ കൊണ്ടുവന്ന് 2 കൂമ്പാരമായി കൂട്ടിയിട്ടിരിക്കുകയാണ്. അതിൽ ഒത്തിരി കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു ഭീകരാന്തരീക്ഷം അത് പറഞ്ഞ് സൃഷ്ടിക്കേണ്ട എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെയും, എന്തൊരു ഗൗരവതരമായ സന്ദർശനമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മളെ എന്തിനാ ഇത് കൂടെ കൂടെ കേൾപ്പിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഇതൊരു ഭാഗം നമ്മൾ കേൾക്കുവാൻ ഇടയായിട്ട് തീർന്നതാണ്. പാപത്തെ നമ്മൾ ആരും ലാഘവമായി കാണണ്ട, പാപത്തോട് കളിയായി പെരുമാറണ്ട. പിന്നെയോ പാപം അത് വളരെ ഭയാനകമാണ്. അതിന്റെ ശിക്ഷയും പരിണിത ഫലങ്ങളും എത്രയോ ഗൗരവകരമാണ്. അതുകൊണ്ട് ഈ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഈ വലിയ സത്യം തിരിച്ചറിഞ്ഞ് സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാനിതിന്റെ ഒരു സംക്ഷിപ്തത്തിലേക്ക് വരട്ടെ. അപ്പൊ ദൈവം പ്രതികാരം ചെയ്യുമ്പോൾ എന്തൊരു കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ആ ദൈവം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ പ്രതികാരം ചെയ്യണ്ട, ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്തോളാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും പ്രതികാരം ചിന്തിക്കുക പോലും ചെയ്യാതെ പത്രോസ് അപ്പോസ്തലന്റെ ഒരു വാക്ക് പറയാനാണ് എനിക്ക് ഇഷ്ടം. അത് ഞാൻ പിന്നെ പറയും, ഒന്നുകൂടി പറയും. 1 പത്രോസ് 2-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ, ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം ഫലമേൽപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവ് അതിനുള്ള കൃപ നമുക്ക് നൽകട്ടെ. ചില പ്രതികൂലങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ആരോടും വിദ്വേഷം കൂടാതെ, ആരോടും പ്രയാസം കൂടാതെ, എല്ലാം ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ച് പോകാനുള്ള കൃപയിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മെ നടത്തട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പിന്നെ ഞാനൊരു കൊച്ചു കാര്യം കൂടെ ഇതിനെ ചേർത്ത് പറയുകയാണ്. നമ്മളിനി പ്രതികാരം ചെയ്യാന്ന് വിചാരിക്കുക, അങ്ങനെ ഒന്ന് ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക. നാം പ്രതികാരം ചെയ്യുവാൻ ശരിക്കും അശക്തരാണ്. ചിലരൊക്കെ വലിയ ശക്തന്മാരാണെന്നൊക്കെ തോന്നും, വെറുതെ തോന്നുന്നു മാത്രമേ ഉള്ളൂ. വളരെ കൃത്യമായിട്ട് അത് ചെയ്യാൻ നമ്മെ കൊണ്ട് സാധിക്കില്ല. ഗിരിപ്രഭാഷണം ഞാൻ മണ്ണൂര് പഠിപ്പിക്കുന്നുണ്ടല്ലോ. മത്തായി 5:38 വാക്യത്തില് അവിടെ അനുവദിക്കപ്പെട്ടൊരു പ്രതികാരം നമ്മൾ കാണുന്നുണ്ട്. ന്യായപ്രമാണത്തിൽ അനുവദിക്കപ്പെട്ടൊരു പ്രതികാരം കാണുന്നുണ്ട്. കണ്ണിന് പകരം കണ്ണ് എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളുടെ കണ്ണ് നഷ്ടപ്പെടുത്തിയാൽ തിരിച്ച് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാനുള്ള ഒരു അനുവാദം അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഓർക്കുണ്ടോ? എന്താണ്? പല്ലിന് പകരം പല്ല്. ഞാൻ ഒത്തിരി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചിട്ടുള്ളൊരു വാക്യമാണിത്. ഇപ്പോ ഒരാൾ ഉപദ്രവിച്ച് ഒരാളുടെ പല്ല് പോയി, തിരിച്ച് ഒരു പല്ല് കളയാനുള്ളതായ അനുവാദം അവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു പല്ല് തന്നെ കൃത്യമായിട്ട് കളയാൻ പറ്റും? അങ്ങനെ കളയാൻ പറ്റുകയില്ല. ചിലപ്പോൾ ആ ശ്രമത്തിനിടയിൽ എത്രയോ പല്ലുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാൻ ശ്രമിക്കുന്നത്, നമുക്ക് പ്രതികാരം ചെയ്യാൻ കഴിയാത്ത ആളുകളാണ് നമ്മൾ, അതിൽ അശക്തരാണ്. അപ്പൊ ഞാനിത് രണ്ടും കൂടെ ചേർത്ത് ഇങ്ങനെ പറയുകയാണ്, നമുക്കിത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ നമ്മോടുകൂടി ആരുണ്ട്? എല്ലാം കൃത്യമായി ചെയ്യുവാൻ ശക്തനായൊരു ദൈവം ഉണ്ട്. ആ ദൈവം പറയുന്നു, നിങ്ങൾ ഇതിന് പോകണ്ട, അത് എന്റെ ജോലിയാണ്, ഞാൻ ചെയ്തോളാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്രയും വിശദീകരണം പറഞ്ഞത് നമ്മളുടെ എന്തോ ഒരു ചിന്താവൈകല്യത്തിലും ഒക്കെ നമ്മൾ പറഞ്ഞതിന് എതിര് പറയാനും പ്രവർത്തിച്ചതിന് എതിര് പ്രവർത്തിക്കാനും ഒക്കെ എത്രയോ വട്ടങ്ങളിൽ പരീക്ഷിക്കപ്പെടുവാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പരിമിതികളെ മനസ്സിലാക്കാം, നമ്മുടെ ദൈവത്തിന്റെ മഹത്വം ഈ കാര്യത്തിൽ മനസ്സിലാക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്ന് ദൈവം പറയുമ്പോൾ ആ വാക്ക്, ദൈവമേ ഞാൻ താഴ്മയോടുകൂടി ഏറ്റെടുക്കുന്നു, ഞാനിത് സൂക്ഷിച്ചു വരുന്ന ദിവസങ്ങളിൽ ജീവിച്ചു കൊള്ളാം എന്നുള്ളതായ ആ വലിയ സമർപ്പണത്തോടെ ജീവിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അപ്പൊ ഇതിൽ നാം സൂക്ഷിക്കേണ്ടതായ ഈ പ്രമാണത്തിന്റെ കാതലായ ചില 1-2 ന്യായങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ ഈ സന്ദേശം ഉപസംഹരിക്കാം എന്ന് കരുതുകയാണ്. അപ്പൊ നമ്മോട് ഇങ്ങനെ പറയുമ്പോൾ, നമ്മുടെ ഗുരുനാഥൻ തന്നെ ഈ കാര്യം ഉപദേശിക്കുമ്പോൾ അവിടെ ഞാൻ 2-3 കാര്യങ്ങൾ ചേർത്ത് പറയാം എന്ന് കരുതുന്നു. നമ്മുടെ ഗുരുനാഥൻ ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ഉപദേശം നമുക്ക്
തരുന്നുണ്ട്, ഉപദേശം നമുക്ക് തരുന്നുണ്ട്. നമ്മൾ ആ ചിന്തിച്ച പോർഷനിൽ തന്നെ നമുക്ക് അതിന്റെ ഉപദേശങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 1-2 വാക്യം ഒന്ന് വായിക്കും, ഇതുവരെ വായിച്ചില്ലല്ലോ. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യത്തിൽ 39 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ അതിന്റെ വിശദാംശമുണ്ട്. എങ്കിലും നല്ല പരിചയമുള്ള സത്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് 39-ാമത്തെ വാക്യം മാത്രം വായിച്ചാൽ മതി എന്ന് വിചാരിക്കുകയാണ്. ബാക്കി ആവശ്യമുള്ളവർ പിന്നെ വീട്ടിൽ പോയി വായിച്ചാൽ മതി. 5-ന്റെ 39-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. അപ്പോൾ അവിടെ ഇനി താഴെ വേറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് പുതുപ്പും വിട്ടുകൊടുക്കുക. അപ്പോൾ അവിടെ ഒത്തിരി കാര്യങ്ങൾ കർത്താവ് തുടർന്ന് പറയുന്നു. അപ്പോൾ ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ കർത്താവിന്റെ ഈ ഉപദേശം അതിൽ തന്നെ ലോക ചരിത്രത്തിലെ ഒരത്ഭുതമായിട്ടാണ് ഇരിക്കുന്നത്. ഞാനൊരിക്കലും ഒരു ചെറുപ്പക്കാരന്റെ സാക്ഷ്യം കേട്ടു. അദ്ദേഹം വേറൊരു മതത്തിൽ നിന്ന് ക്രിസ്തു മാർഗത്തിൽ വന്നയാളാണ്. അപ്പൊ അദ്ദേഹം ഈ മാർഗത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത് ഈ വാക്യത്തിലൂടെയാണ് എന്ന് ആ സാക്ഷ്യത്തിൽ പറയുന്നത് കേൾക്കുവാനിടയിൽ. ഇതുപോലൊരു ഉപദേശം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. കാരണം നമ്മുടെ കർത്താവ് നൽകുന്ന ഉപദേശം ദുഷ്ടനോട് എതിർക്കരുത്, പിന്നെ നിന്റെ വലത്തെ ചുവട് തടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അവിടെ കർത്താവ് പഠിപ്പിച്ച ഈ സത്യം എത്രയോ മനോഹരമായിട്ടുള്ളതായ സത്യമാണ്. ഇത് ശരിക്കും കർത്താവിനെ സ്വീകരിക്കാത്ത ചില ആളുകളും ഒക്കെ ഇത് അക്ഷരാർത്ഥത്തിൽ അനുസരിച്ച് ലോകത്തിലെ മഹാന്മാരായിട്ട് തീർന്നിട്ടുണ്ട്. ഞാൻ ആരെ എന്റെ മനസ്സിൽ വെച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് അദ്ദേഹം രക്ഷിക്കപ്പെട്ടയാളായിരുന്നു എന്ന് എനിക്കൊരു വിചാരമില്ല. എന്നാൽ അദ്ദേഹം ഈ പ്രമാണം അതുപോലെ അക്ഷരാർത്ഥത്തിൽ അനുസരിക്കാൻ ശ്രമിച്ച കാര്യങ്ങളുമൊക്കെ നമ്മൾ സ്കൂളിൽ പോലും പഠിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ലോകത്തിലൊരു മഹാനാക്കി തീർത്തത് അതാണ് എന്നും നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ദൈവമക്കളായ നമുക്ക് ഇത് എത്രയോ എളുപ്പത്തിൽ പ്രായോഗികമാക്കാനായിട്ട് സാധിക്കുന്നതായൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞാനും നിങ്ങളും ഇത് പ്രായോഗികമാക്കി ജീവിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ നമ്മുടെ ഗുരുനാഥന്റെ ശിഷ്യന്മാരാണ് നാം എന്നുള്ളത് ലോകം തിരിച്ചറിയുന്നതിന് അത് നിശ്ചയമായിട്ടും മുഖാന്തരമായിട്ട് തീരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായ കാര്യം, പ്രതികാരം ചെയ്യരുത് എന്നുള്ളതും ശത്രുക്കളെ പ്രതികാരമല്ല ചെയ്യേണ്ടത്, പിന്നെയോ അവരെ സ്നേഹിക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതായ കാര്യം എത്രയോ വ്യക്തമായിട്ടാണ് നമ്മുടെ കർത്താവ് ഉപദേശിച്ചതായി നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ പ്രമാണങ്ങൾ പ്രായോഗികമാക്കാനായിട്ട് നമ്മൾ വേറെ യാതൊരു ന്യായവും നോക്കണ്ട. നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ കർത്താവ് എന്തു പറഞ്ഞാലും അതനുസരിക്കാനുള്ളതായ ഉത്തരവാദിത്വത്തിലേക്കാണ് നാം വരുവാൻ ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗുരുനാഥൻ തന്നതായ ഈ ഉപദേശം നമ്മളല്ലേ അനുസരിച്ച് ഈ നാടുകളിൽ ജീവിക്കേണ്ടിയിരിക്കുന്നത്. ദൈവാത്മാവ് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ദൈവകൃപ നൽകട്ടെ. ഈ താഴെയുള്ള വാക്യങ്ങൾ ഇനി നിങ്ങൾ അത് കണക്ട് ചെയ്ത് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി എന്ന് ഞാൻ ആഗ്രഹിക്കുക. 48-ാമത്തെ വാക്യം വളരെ പ്രസിദ്ധമായ വാക്യമാണ്. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവേൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗുരുനാഥന്റെ ഉപദേശം നമ്മൾ അനുസരിച്ച് പ്രായോഗികമാക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ സൽഗുണപൂർണരായിട്ട് ഈ തലമുറയിലും ജീവിച്ച് സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത കുറിപ്പിന്റെ നമ്പർ ചിലപ്പോൾ ഞാൻ തെറ്റിയോന്ന് എനിക്കറിയാൻ പാടില്ല. 5-ാമത്തെ കുറിപ്പ് നമ്മുടെ ഗുരുനാഥന്റെ മനോഹരമായ മാതൃക
ഇവിടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ആ വാക്യം നമുക്ക് വായിക്കണം. നമുക്കെല്ലാം മനഃപ്പാഠം അറിയാമായിരിക്കും. അത് 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 21, 22 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃകയുടെ 5 സ്റ്റെപ്പുകൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ എത്രയോ വട്ടം ഓർക്കാറുള്ളതാ, എങ്കിലും ഒന്നങ്ങ് വായിച്ചു പോകാം. 21, 22 വാക്യങ്ങൾ, 23 വാക്യങ്ങൾ. വായി 1 പത്രോസ് 2-ന്റെ 21 മുതലുള്ള വാക്യം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേക്ക് പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചതിന് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവர்கள் കാര്യം ഫലമേൽപ്പിക്കുക അത്ര ചെയ്തത്. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അവിടെ കർത്താവ് നാം അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുക. നമ്മുടെ കർത്താവിന്റെ 5 കാൽച്ചുവടുകൾ അവിടെ ഉണ്ട്. നമുക്കത് പിൻപറ്റാവുന്നതാണ്. ഞാൻ വിരല് മടക്കി ഒന്ന് പറയാം. പാപം ചെയ്യാത്ത കാൽച്ചുവട്. അപ്പൊ ദൈവമക്കളായി നമുക്ക് പാപം ചെയ്യാതെ ജീവിക്കാൻ സാധിക്കുന്ന ആളുകളാണ്. അതിന്റെ തെളിവുകളിലേക്ക് ഞാനിപ്പോ പോകേണ്ട ആവശ്യമില്ലല്ലോ. കർത്താവ് ആ പാപിനിയായ സ്ത്രീക്ക് മോചനം കൊടുത്തു കഴിഞ്ഞിട്ട് അവൾക്ക് കൊടുത്ത ഉപദേശം നമ്മൾ കൂടെ കൂടെ ഓർക്കാറുണ്ടല്ലോ. യോഹന്നാൻ 8:11 പോക, ഇനി പാപം ചെയ്യരുത്. അവൾ പിൽക്കാലത്ത് പാപം ചെയ്യാതെ ജീവിച്ചു എന്നാണ് അവളെ കുറിച്ചുള്ള ബൈബിളിന് പുറത്തുള്ള ചരിത്രം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമുക്കും അങ്ങനെ ജീവിക്കാനുള്ളതായ വലിയ സാധ്യത തന്നിട്ടുണ്ട്. രണ്ടാമത്തേത്, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ വായിലും വഞ്ചന ഉണ്ടാകാനായിട്ട് പാടില്ല. 3, അതാണ് നമ്മുടെ വിഷയം. തന്നെ ശകാരിച്ചിട്ട് എന്ത് ചെയ്തില്ല? പകരം ശകാരിച്ചില്ല. പ്രതികാരം ചെയ്യുന്ന ആളുകൾ ഇങ്ങോട്ട് ശകാരിച്ചാൽ അതിനേക്കാൾ കടുപ്പം കൂട്ടി തിരിച്ച് ശകാരിക്കുന്നതാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ നമ്മുടെ കർത്താവിൽ കാണുന്ന മനോഹരമായ മാതൃക ഇവിടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. 4, കഷ്ടം അനുഭവിച്ചിട്ടും ഭീഷണം പറഞ്ഞില്ല. പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വേണമെങ്കിൽ ഒരു 3 ദിവസം കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കാണാം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പാടില്ലേ? കാരണം 3-ാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേൽക്കാനുള്ളതല്ലേ. പക്ഷെ ഉയർത്തെഴുന്നേറ്റ് പീലാത്തോസിനൊരു പ്രത്യക്ഷത കൊടുക്കാന്ന് കർത്താവ് വിചാരിച്ചോ? ഇല്ല. കാരണം ഉയർത്തെഴുന്നേറ്റ ശേഷം കർത്താവ് തന്റെ പ്രിയപ്പെട്ടവർക്ക് മാത്രമേ പ്രത്യക്ഷനായുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഈ കാര്യം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ചിലപ്പോൾ നമ്മൾ പറയും ദൈവം നോക്കിക്കൊള്ളുന്നു. അങ്ങനെ ചില പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. ദൈവം നോക്കി ചോദിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞ് മരിച്ച പ്രവാചകനെയൊക്കെ നമ്മൾ വായിക്കാനിടയായത്. അതിലൊക്കെ ഒരു കൊച്ചു ഭീഷണിയുണ്ട് അതിനകത്ത്. പക്ഷേ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത്, നമ്മുടെ കർത്താവ് കഷ്ടം അനുഭവിച്ചിട്ടും ഭീഷണം പറഞ്ഞില്ല. 5-ാമത്തെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞതാണ്. ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം പരമേൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വാക്കുകൾ പറയുന്നത്, നമ്മൾ പാപം ചെയ്യാതെ ജീവിക്കുമ്പോഴും വായിൽ വഞ്ചന ഇല്ലാതെ ജീവിക്കുമ്പോഴും ശകാരിക്കപ്പെടാനോ കഷ്ടതയുടെ വഴിയിൽ പോകാനോ അങ്ങനെ ആളുകൾ നമ്മോട് പെരുമാറാനോ ഒക്കെ ഇടയായിട്ട് തീരും. അത് കേവലം സ്വാഭാവികമാണ്. പക്ഷെ അവിടെയെല്ലാം നമ്മുടെ ഗുരുനാഥന്റെ മനോഹരമായ മാതൃക പിൻപറ്റി ന്യായമായി വിധിക്കുന്ന ദൈവത്തിൽ, പ്രതികാരം ന്യായമായി ചെയ്യുന്ന ദൈവത്തിൽ ഭരമേൽപ്പിച്ച് സമാധാനമായിരിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. 24-ാമത്തെ വാക്യം നമുക്ക് എല്ലാം പരിചയമുള്ള വാക്യമാണ്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി.
അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇവിടെ ജയാളികളായിട്ട് ജീവിക്കാം. കാരണം നമ്മുടെ കർത്താവ് മരിച്ചത് നമ്മെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, പിന്നെയോ രക്ഷിക്കപ്പെട്ട നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പാപം സംബന്ധിച്ച് മരിച്ച് നീതിയോടെ ജീവിക്കത്തക്കവണ്ണം പ്രാപ്തരായി തീരേണ്ടതിനു വേണ്ടിയാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്. അതുകൊണ്ട് ആ മരണത്താൽ അതിന്റെ സാധ്യതയിൽ ഏറ്റവും വിജയകരമായിട്ട് ഓരോ ദിവസവും നാം ജീവിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പാക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. 6ാമത്തെ കുറിപ്പൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഗുരുവിന്റെ ശിഷ്യന്മാരുടെ മാതൃക. നമ്മുടെ കർത്താവിന്റെ മാതൃക നമുക്ക് ധാരാളം മതി. പക്ഷേ ഈ ഗുരുവിന്റെ ശിഷ്യന്മാരിൽ കാണുന്ന വളരെ അനുഗ്രഹീതമായ മാതൃക നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. ചിലരുടെ പേരൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കാം. നമ്മളത് വായിച്ച് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു വാക്യം നിങ്ങൾക്ക് അത്ര പരിചയമുണ്ടോന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഈ വാക്യം എല്ലാവരും ഒന്ന് മനപ്പാഠം പഠിച്ചിരുന്നത് നല്ലതാണ്. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിത വീക്ഷണം അവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഇപ്പോ ഒന്ന് വായിച്ചു പോകുന്നേ ഉള്ളൂ. വായിക്കുമ്പോൾ തന്നെ അതിന്റെ വ്യത്യാസം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. ഇനി താഴോട്ട വാക്യങ്ങളിലും ചില സത്യങ്ങളൊക്കെ എടുത്തു പറയുന്നുണ്ട്. അവിടെ പറയുന്ന കാര്യം, പൗലോസ് ശകാരം കേൾക്കുന്നുണ്ട്, തിരിച്ച് ശകാരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ശകാരം കേട്ടിട്ട് എന്ത് ചെയ്യാണ്? അവരെ ആശീർവദിക്കുകയാണ്. ഞാൻ ചിലപ്പോൾ അത് വിശദമായിട്ടൊക്കെ പറയുന്ന ക്ലാസ്സിൽ പറയാറുണ്ട്. ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതിരുന്നാൽ 50% മാർക്ക് കിട്ടും. പക്ഷെ ശകാരിക്കുന്നവരെ തിരിച്ച് ആശീർവദിക്കുന്നവർക്ക് 100 മാർക്കും കിട്ടും, മുഴുവൻ മാർക്കും കിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പൂർണ്ണജയം പ്രാപിച്ച് ജീവിക്കത്തക്കവണ്ണമുള്ളതായ വലിയ സാധ്യതയിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പൗലോസിന് ഇത് സാധിക്കുമെങ്കിൽ, അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വിഷമം തോന്നുമായിരിക്കാം. ഈ പൗലോസ് നേരത്തെ എന്നെ മോശപ്പെട്ട ആളായിരുന്നു. 1 തിമോഥെയോസ് 1:13 നമ്മൾ കൂടെ ഓർക്കുന്ന കാര്യം, ഞാൻ മുമ്പേ ദൂഷകനായിരുന്നു, ഉപദ്രവിയായിരുന്നു, പിന്നെ നിഷ്ഠൂരനായിരുന്നു. അപ്പോ ആദ്യത്തെ ക്രിസ്തീയ രക്തസാക്ഷിയെ കൊലപ്പെടുത്തുന്നതിൽ മുഖ്യമായ പങ്ക് വഹിച്ചത് ഇദ്ദേഹമാണ് എന്ന് നമുക്കറിയാം. പക്ഷെ യേശു ക്രിസ്തു തന്റെ ജീവിതത്തിൽ വന്നപ്പോൾ, ക്രിസ്തുവിനെ കർത്താവായിട്ട് തർസോസുകാരനായ ശൗൽ സ്വീകരിച്ചപ്പോൾ എന്തോ ഒരു വലിയ രൂപാന്തരത്തിലേക്കാണ് ആ മനുഷ്യൻ വരുവാൻ ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ടല്ലേ അദ്ദേഹം കുറെ കഴിയുമ്പോൾ പ്രാഗൽഭ്യത്തോടെ പറയുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങളും എന്റെ അനുകാരികൾ ആകും. നമുക്കും അത് പ്രാഗൽഭ്യത്തോടു കൂടി പറയുവാൻ, നമ്മുടെ ജീവിതം അത് തെളിയിക്കുവാൻ സാധിക്കുമാറ് ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇനി ഞാൻ ഒരു സാക്ഷിയെ കൂടി നിർത്തി ഈ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തെ നമുക്ക് നല്ല പരിചയമുണ്ട്. ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസ്. പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 60-ാമത്തെ വാക്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം, അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു പ്രവാചകൻ കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹം ഒടുവിൽ പറഞ്ഞ കാര്യം, യഹോവ നോക്കി ചോദിച്ചോളട്ടെ. അദ്ദേഹത്തിന്റെ വേദന അത് പറഞ്ഞാണ്, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ഇവിടെ ഒരു ചെറുപ്പക്കാരൻ കല്ലേറുകൊണ്ട് മരിക്കുകയാണ്. അവിടെ മുട്ടുകുത്തി ആ ദൈവദാസൻ പ്രാർത്ഥിക്കുന്നത്, ഇവർക്ക് ഈ പാപം നിർത്തരുതേ. ക്രൂശിൽ തന്റെ ഗുരുനാഥൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ പ്രതിധ്വനിയാണ് അവിടെ കാണുന്നത്. ഇവർ ചെയ്യുന്നത് ഇന്നെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം ഉപസംഹരിക്കുകയാണ്. പകരം ചെയ്യാൻ, പ്രതികാരം ചെയ്യാനുള്ളതായ വാഞ്ച ഉണ്ടാവുകയും ആ വഴിയിൽ അനേകർ പോവുകയും ചെയ്യുന്ന ഈ തലമുറയിൽ നമ്മുടെ കർത്താവിനെ അറിഞ്ഞ് നമുക്ക് മനോഹരമായ ഉപദേശം കിട്ടി, നമുക്ക് മനോഹരമായ മാതൃക കിട്ടി, നമുക്ക് ആ മാതൃക ഉൾക്കൊണ്ട് ജീവിച്ച ജയാളികൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ
പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ കാൽപ്പാടുകളെ പിൻപറ്റിക്കൊണ്ട് ജയാളികളായിട്ട് ഈ തലമുറയിൽ ജീവിക്കുവാൻ, സാക്ഷ്യം വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. കൊണ്ട് നമ്മുടെ മനപ്പാഠവാക്യത്തിൽ പറയുന്നത്, ഞാൻ ഇസബേലിനോട് പ്രതികാരം ചെയ്യേണ്ടതിന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നതായ ഈ അനുഗ്രഹീതമായ സത്യങ്ങൾ ഉൾക്കൊണ്ട് ഞാൻ ഒരിക്കലും പ്രതികാരം ചെയ്യുകയില്ല എന്ന് തീരുമാനിക്കുവാനും മുഴുവൻ കാര്യങ്ങൾ ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കുവാനും ബാക്കിയുള്ള സാഹചര്യത്തിൽ സഹിക്കേണ്ടത് സഹിച്ച്, ക്ഷമിക്കേണ്ടത് ക്ഷമിച്ച്, ശത്രുക്കൾക്കും സ്നേഹം പകർന്നുകൊടുത്ത് ഈ തലമുറയിൽ വ്യത്യസ്തരായിട്ട് ജീവിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. ഈ ധ്യാനം അതിന് സഹായകരമായിട്ട് തീരട്ടെ. കർത്താവിന്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.